ഡോക്ടർ എം ലീലാവതിക്കെതിരായി കടുത്ത സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു സൈബർ ആക്രമണം അവർക്കെതിരെ? അങ്ങനൊരു ആക്രമണം നടക്കുമ്പോഴും അതിൽ ഒട്ടും ഭയപ്പെടാതെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഡോക്ടർ എം ലീലാവതി. ഇന്നവർ വീണ്ടും കൃത്യമായി അവരുടെ നിലപാട് രേഖപ്പെടുത്തുകയുണ്ടായി. ഗസയിൽ കുഞ്ഞുങ്ങൾ വിശക്കുന്ന വയറുമായി ഭക്ഷണത്തിനായി പാത്രവും നീട്ടി നിൽക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ, വാർത്തകൾ അറിയുമ്പോൾ എൻ്റെ പിറന്നാൾ ആഘോഷിക്കാനും ചോറുണ്ണാനും എനിക്കങ്ങനെ സാധിക്കും. തൊണ്ടയിൽ നിന്നും ഇറങ്ങില്ല. കുട്ടികൾക്ക് ജാതിയും മതവുമില്ല. അവർ കൊച്ചുകുട്ടികളാണ്. എല്ലാ കുട്ടികളും എനിക്കൊരുപോലാണ്. 2019 ഓണത്തിന് ഞാൻ കുറച്ച് കഞ്ഞി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അന്നും ഒറ്റയ്ക്കായിരുന്നു. വയനാട്ടിൽ കുഞ്ഞുങ്ങളുടെ പട്ടിണിയെക്കുറിച്ച് അന്ന് വാർത്ത കേട്ടപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. എൻ്റെ നാട്ടിലെ കുട്ടികളെപ്പോലെ തന്നെയാണ് ഗാസയിലെ കുഞ്ഞുങ്ങളും. വിശക്കുന്ന കുട്ടികൾ ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് രാജ്യത്തെ ആയാലും എനിക്കൊരുപോലാണ്. ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. എതിർക്കുന്നവർ എതിർത്തോട്ടെ, അത് കാര്യമാക്കുന്നില്ല. എത്രയോ എതിർപ്പുകളെ നേരിട്ട് തന്നെയാണ് തുടക്കം മുതലേ എൻ്റെ ജീവിതം. ഇത് നടാടെ ഒന്നുമല്ല. അതുകൊണ്ട് എതിർക്കുന്നവരോട് എനിക്ക് യാതൊരു ശത്രുതയുമില്ല. ഏറ്റവും ശക്തമായ ഭാഷയിൽ ഇന്ന് വീണ്ടും ലീലാവതി ടീച്ചർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഗാസയിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവിടെ മനുഷ്യർ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ അവർക്കെതിരെ വെടിവെക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ചിത്രങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ അവിടെ നടക്കുന്ന കാഴ്ചകൾ എത്രമാത്രം നടുക്കുന്നതാണെന്ന് ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ എസ് സന്തോഷ് കുമാർ ഗാസയിൽ നിന്ന് തന്നെ എഴുതുകയുണ്ടായി. എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് അവിടെയുള്ള മനുഷ്യർ കടന്നു പോകുന്നത് എന്നുള്ളത്